ഹലോ മക്കളെ, ഓരോ ദിവസത്തെ പരീക്ഷയുടെ തലേ ദിവസവും അതേപോലെ ആ പരീക്ഷയുടെ രാവിലെയുള്ള ആ സമയവും ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന പോലെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മിനിമം നിങ്ങളുടെ ആ പരീക്ഷയിൽ ഒരു 10% മാർക്കെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ കിട്ടും. ഇത് എൻ്റെ ഗ്യാരണ്ടിയാണ്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ഇമ്പോർട്ടൻറ്റ് അനൗൺസ്മെൻറ്റ് തരാനുണ്ട് മക്കളെ. നമ്മൾ ഇന്നലത്തെ ലൈവിൽ നമ്മൾ പറഞ്ഞിരുന്ന കാര്യം എന്താണ്? ഇന്ന് ലാംഗ്വേജസും നാളെയും ലാംഗ്വേജസും ആയിരിക്കും ഉണ്ടാവുന്നതാണ്. പക്ഷേ പല കുട്ടികളും എന്താണ് ഈ കെമിസ്ട്രി എന്ന് പറഞ്ഞ സബ്ജക്റ്റിന് ഒരു ദിവസം പോലും ഇല്ല, ഒരു വൈകുന്നേരം മാത്രമേ സമയം ഉള്ളതുകൊണ്ട് തന്നെയായിരിക്കും കുറേ കുട്ടികൾ നമ്മുടെ അടുത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിലും എല്ലാവർക്കും മെസ്സേജ് ഇട്ടിട്ടുണ്ട്, സാർ എങ്ങനെയും കെമിസ്ട്രി മാരത്തോൺ ഇന്ന് വൈകുന്നേരം തന്നെ വെക്ക്, അതൊന്ന് തീർത്ത് തരാം. നിങ്ങൾ പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം ഇന്ന് വൈകുന്നേരം 7 മണിക്ക് നടക്കാൻ പോകുന്ന ലൈവ് ഇറ്റ് ഇസ് കെമിസ്ട്രി മാരത്തോൺ. കെമിസ്ട്രി മാരത്തോൺ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് കെമിസ്ട്രിയിലെ നമ്മുടെ അതുല്യ മിസ്സും ശരണ്യ മിസ്സും വരും, തകർക്കും, തീർക്കും. സോ കെമിസ്ട്രി ഇന്നത്തോടെ തീർക്കാൻ ആഗ്രഹമുള്ള എല്ലാ മക്കളും എന്ത് ചെയ്യണം? ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ഈ ലൈവിൽ കയറി വരണം. ഇന്നത്തോടെ കെമിസ്ട്രി നമ്മൾ തീർക്കുന്നതായിരിക്കും. എന്നിട്ട് നാളെ നമ്മൾ എന്താണ് നാളെ 7 മണിക്കുള്ള എല്ലാ ലൈവുകളും എന്താണ് കംപ്ലീറ്റ്ലി ലാംഗ്വേജസിന് മാത്രമേ നമ്മൾ ഡീൽ ചെയ്യുള്ളൂ എന്നുള്ള ഒരു പ്രോമിസും കൂടി നിങ്ങൾക്ക് നൽകുകയാണ്. രണ്ടാമത്തെ ഒരു കാര്യം, നിങ്ങളുടെ മറ്റൊരു റിക്വസ്റ്റ് പ്രകാരം നമ്മുടെ മോർണിംഗ് ബൂസ്റ്റർ ലൈവ് 8 മണിയിൽ നിന്ന് മാറ്റി 7 മണിക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ലാംഗ്വേജസിനോടത്ത് നിങ്ങൾ ഓവർ പേടിക്കേണ്ട, കാരണം നാളെ മൺഡേ 7 മണിക്ക് വൈകുന്നേരം നിങ്ങൾക്ക് എന്തുണ്ട് മക്കളെ? മാരത്തോൺ ലൈവ് ഉണ്ട്. അത് കൂടാതെ മോർണിംഗ് ബൂസ്റ്റർ തൊട്ടടുത്ത ദിവസം രാവിലെ 7 മണിക്ക് കിട്ടുന്നതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു സംശയവുമില്ല, ലാംഗ്വേജസിൽ മുഴുവൻ മാർക്ക് വരെയും നമ്മൾ നേടിയെടുക്കാൻ പോകുന്നു. അപ്പോൾ ഈ അപ്ഡേറ്റ്സിൻ്റെ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ലൈവിൽ എല്ലാവരും ഉണ്ടായിരിക്കണം. എല്ലാവരും എന്ന് പറഞ്ഞാൽ നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സും എല്ലാവരും ഉണ്ടായിരിക്കണം. ലൈവിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ പോയി ലൈക്ക് ചെയ്യുക, ലൈവിൽ കയറുക, അടിപൊളിയിൽ പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ പരീക്ഷയുടെ തലേന്നുള്ള ഓരോ ദിവസവും മക്കളെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യലാണ്. കാരണം എല്ലാ എക്സാംസും തന്നെ എന്താണ്? ഉച്ച കഴിഞ്ഞുള്ള എക്സാംസ് ആണ്. അപ്പോൾ നിങ്ങൾ വൈകുന്നേരം വന്നു കഴിഞ്ഞിട്ട് ഒരു നല്ല പ്ലാനിങ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ദിവസത്തെ എക്സാമിന് അപ്രോപ്രിയേറ്റ്ലി പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. അതേസമയം അടുത്ത ദിവസം രാവിലെ എന്താണ് നിങ്ങൾ കൃത്യമായൊരു പ്ലാൻ ചെയ്തില്ലെങ്കിൽ ആ എക്സാമിൽ മാക്സിമം മാർക്ക്, നിങ്ങളുടെ പൊട്ടൻഷ്യൽ അനുസരിച്ചുള്ള മാർക്ക് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റില്ല. അതെങ്ങനെ നേടിയെടുക്കണം എന്നുള്ള ഒരു വളരെ വ്യക്തമായിട്ടുള്ള അടിപൊളി ഒരു ടൈം ടേബിൾ ഞാൻ നിങ്ങൾക്ക് തരാം. ഈ ടൈം ടേബിളിൽ സമയം കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണമെന്നില്ല, കാരണം എല്ലാവർക്കും ഒന്നാണ് കുറച്ച് ഡിഫറൻസസ് ഉണ്ടാവും. പക്ഷേ മോർ ഓർ ലെസ് ഇതുപോലൊരു ടൈം ടേബിൾ നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കണം. ഓക്കെ, വൈകുന്നേരം 5:30 എത്തിക്കഴിഞ്ഞാൽ, അപ്പോൾ ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, സാർ ഞാൻ 5:30 എത്തില്ല എന്ന് പറയണ്ട. നിങ്ങൾ അതിനനുസരിച്ച് ടൈം ടേബിൾ നിങ്ങൾ മാറ്റുക. 5:30 എത്തുകയാണെങ്കിൽ ഒരു അരമണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യാം മക്കളെ? ചെറിയൊരു നാപ്പ് എടുക്കുക, ഒന്ന് റെസ്റ്റ് ഒക്കെ ചെയ്യുക. കാരണം പരീക്ഷയൊക്കെ എഴുതി കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ വരുന്നത്. എന്തായാലും നിങ്ങൾ ടെൻഷൻ അടിച്ചിട്ടായിരിക്കും, അല്ലെ ടെൻഷൻ അല്ലെ സ്ട്രെസ്ഡ് ആയിരിക്കും, ചിലപ്പോൾ എന്താണ് മടുത്തിട്ടുണ്ടാവും. അല്ലേ, ഒരു ഉച്ച കഴിഞ്ഞുള്ള പരീക്ഷ എന്ന് പറഞ്ഞാൽ ഭയങ്കര മടുപ്പുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ എന്തായാലും ഒന്ന് ചെയ്യുക, ഒരു അരമണിക്കൂർ എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ചില്ല് ചെയ്യുക. നിങ്ങൾക്ക് ഉറങ്ങാനാണ് ഇഷ്ടമെങ്കിൽ ഉറങ്ങുക, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ഗെയിം കളിക്കാനാണ് ഇഷ്ടമെങ്കിൽ ഒരു അരമണിക്കൂർ എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ചില്ല് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ഓൾസോ എന്ത് ചെയ്യുക? ഒന്ന് ഫോൺ ചാർജ് ചെയ്യാനിടുക. കാരണം അറിയാലോ എന്താണ്, 6 മണിക്ക് എണീക്കണം. പിന്നെയും ഉറങ്ങിക്കൊണ്ടിരുന്നാൽ പണി പാടും. 6 മണി to 6:10 നിങ്ങൾ എന്ത് ചെയ്യുക? എന്തെങ്കിലും ഒരു എക്സസൈസ് ഒക്കെ പറ്റുമെങ്കിൽ ചെയ്യുക. ഓക്കെ, അപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് 10 മിനിറ്റ് വർക്കൗട്ട് എല്ലാം ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ബോഡിയും നിങ്ങളുടെ മൈൻഡും ഫുൾ സെറ്റ് ആയിരിക്കും. അല്ലാത്ത പക്ഷം നിങ്ങൾ എന്താണ് ഉറങ്ങി എണീറ്റു, പിന്നെ ചായ കുടിച്ചു, പിന്നെ ഒരു സ്ലോ മൂഡിൽ എന്താണ് അങ്ങനെ സമയം കൊണ്ട് പോകും. പിന്നെ ഫോണും കുറച്ചുകൂടെ നോക്കി ഇൻസ്റ്റാഗ്രാം റീലൊക്കെ നോക്കി കഴിയുമ്പോഴത്തേക്ക് എന്താണ് ചിലപ്പോൾ 7 മണി ആയി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് പഠിക്കാനുള്ള മൂഡില്ല. കാരണം നിങ്ങൾ ആലോചിക്കും, അയ്യോ 7 മണി ആയിപ്പോയി, ഇനിയിപ്പം പഠിക്കാൻ, മനസ്സിലായി? ആ മൂഡിലേക്ക് പോകും. അപ്പോൾ 6 മണിക്ക് എനിക്ക് ചെറുതായിട്ട് വല്ല എക്സസൈസ് ചെയ്യുക, അല്ലെങ്കിൽ പുഷപ്പ് അടിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു ചെറിയ കുളിയും കൂടി എടുക്കുക. കുളിക്കുമ്പോൾ എന്താണ് നല്ല തണുത്ത വെള്ളമൊന്നും ഇല്ലെങ്കിൽ സാധാരണ വെള്ളത്തിൽ കുളിച്ചാൽ മതി. ഓക്കെ, അങ്ങനെയാണ് ബോഡി നിങ്ങൾക്ക് അറിയായിരിക്കും, ബയോളജിയിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പഠിച്ചില്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ചു തരാം. സംഭവം ഇത്രയേ ഉള്ളൂ. തണുത്ത വെള്ളം അല്ലേ, നല്ല ചൂടില്ലാത്തൊരു വെള്ളം നമ്മുടെ ബോഡിയിൽ ടച്ച് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് നമ്മുടെ ബോഡിയിൽ അഡ്രീനാലിൻ എന്ന് പറഞ്ഞ സാധനമില്ലേ, അറിയില്ലേ? ആ സാധനം ഇങ്ങനെ സെക്യൂരിറ്റി, അപ്പോൾ നമ്മുടെ ബോഡിക്ക് എന്താണ് ഫുൾ അലേർട്ട് ആയിരിക്കും, ഫുൾ ഉഷാറായി നിൽക്കും. ഓക്കെ, ഇതൊക്കെ ആക്ച്വലി നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. ഒരു കുളിയും കൂടെ പാസ്സായി കഴിഞ്ഞാൽ എന്താണ് 6:10 ആയിട്ടുണ്ടോ, അല്ല 6:15 ആയിട്ടുണ്ടോ, വേഗം കുളിക്കണോ, അരമണിക്കൂർ കുളിയൊന്നുമല്ല. എന്നിട്ട് ഒരു 6:10 മുതൽ ഒരു 6:45 വരെ എന്താണ് പഠനം സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ വെയിറ്റ് ചെയ്തിരിക്കാനൊന്നുമില്ല. ആ ഒരു സമയം നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഒരു ചെറിയ ക്വിക്ക് റിവിഷൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ അടുത്ത ദിവസം പരീക്ഷ കെമിസ്ട്രി ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ അടുത്ത് ഓൾറെഡി കെമിസ്ട്രീൻ്റെ കുറേ എക്സാമിനറിൻ്റെ നോട്ട്സ് ഉണ്ടാവും. അതൊന്ന് ഓടിച്ച് നോക്കുക. ഫുള്ള് നോക്കാനൊന്നും പറ്റില്ല, ഒരു 2-3 ചാപ്റ്ററൊക്കെ പറ്റുന്നുണ്ടാവുള്ളൂ. അതൊന്ന് ഓടിച്ച് നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് എന്താണ് ലൈവിൽ വരുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാവും എന്തൊക്കെയാണ് സംഭവങ്ങളുള്ളതെന്ന്, ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. ഓക്കെ, ഇനി പഠിക്കാൻ പറ്റുന്നില്ല, ജസ്റ്റ് ഐഡിയ ഉണ്ടാക്കി എന്തൊക്കെ ചാപ്റ്റേഴ്സ് ആണുള്ളത്, അതിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക, ഏതൊക്കെ തരം ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ജസ്റ്റ് എന്ത് ചെയ്യുക? ഒന്ന് ക്വിക്കായിരുന്നു നോട്ട്സിലൂടെ നോക്കുക. ഇനി നോട്ട്സ് ഒന്നും സാർ ഇരിക്കില്ല, ഒന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്യാം? കഴിഞ്ഞ ആഴ്ചയൊക്കെ പോയ കെമിസ്ട്രിയുടെ മാരത്തോൺ ലൈവ് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക? ഓടിച്ചു നോക്കുക. എനിക്കറിയാം ഫുള്ള് കാണാൻ സമയം ഉണ്ടാവില്ല, ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കും. ഒരു ഫീൽ ഉണ്ടാക്കണം, എക്സാമിൻ്റെ എങ്ങനെയായിരിക്കും ഉണ്ടാവുക, എക്സാമിൽ വരാൻ പോകുന്ന പോർഷൻസ് എന്തായിരിക്കും, ഒരു ഫീൽ കിട്ടാൻ വേണ്ടി മാത്രം. ഓക്കെ, 6:45 വരെ 7 മണി ആ സമയത്തിനുള്ളിൽ എന്ത് ചെയ്യുക?
ഇനി നമ്മുടെ ലൈവിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനാണ്. കാരണം ലൈവ് എന്ന് പറഞ്ഞാൽ ചെറിയ ലൈവ് ആയിരിക്കില്ല, ഇറ്റ് ഇസ് എ ഫൈനൽ മാരത്തോൺ ലൈവ് ആയിരിക്കും, വലിയ ലൈവ് ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. സോ അതിന് റെഡി ആവണം, കുറച്ച് ഭക്ഷണമൊക്കെ റെഡിയാക്കുക. കാരണം ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണത്തിന് എണീറ്റ് പോകാൻ പോകുന്നത് നല്ലൊരു പരിപാടി ആയിരിക്കില്ല. വെള്ളം റെഡിയാക്കി വെക്കുക, ഒരു നോട്ട്ബുക്കും പെന്നും റെഡിയാക്കി വെക്കുക. കൈ ഇങ്ങനെ വീശിയിരുത്തി ചാരി കസേര ഇരുന്നിട്ട് കാലിന്മേ കാല് കയറ്റി ഇരുന്നിട്ട് കണ്ടാൽ പഠിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, നോട്ട്ബുക്കൊക്കെ സെറ്റാക്കുക, എല്ലാ എൻവയോൺമെൻറ്റൊക്കെ സെറ്റാക്കുക. പേരൻസിനോടും പിന്നെ വീട്ടിൽ സിബ്ലിങ്സ് ഒക്കെ ഉണ്ട് അവരോട് പറയുക, കുറച്ച് നേരത്തേക്ക് ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യം പറയുക. പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക, ഒരു ഒഴിഞ്ഞ റൂമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു റൂമിൽ പോയി ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ റെഡിയാക്കുക ആ ഒരു സമയം കൊണ്ട്. കാരണം 7 മണി മുതൽ 11 മണി വരെ എന്തായിരിക്കും മക്കളെ, മാരത്തോൺ ലൈവ് ആയിരിക്കും. ഈ മാരത്തോൺ ലൈവിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പലരും എന്താണ് ലൈവ് ഇങ്ങനെ പോവാണ്, ഞാനും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ലൈവിൽ നിങ്ങൾ വന്നതിനാണ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇടയിൽ വെച്ച് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായില്ലേ, നിങ്ങൾ ചാറ്റ് ബോക്സിൽ പോയിട്ട് സാർ ഒന്നുകൂടി പറയൂ എന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം ആ ടീച്ചർ എന്താണ് ഒരു പറയില്ല. കാരണം ഒരു പക്ഷേ എന്താണ് 4000, 5000, 10000 കുട്ടികളായിരിക്കും ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു കുട്ടിയോ അല്ല 2 കുട്ടിയോ ഒന്നുകൂടി അങ്ങനെ പറയുമ്പം അത് റിപ്പീറ്റ് ചെയ്താൽ ബാക്കിയുള്ള സമയം വേസ്റ്റ് ആവുന്നതുകൊണ്ട്, അതുകൊണ്ട് മാത്രമാണ് ചിലപ്പോൾ വീണ്ടും പറയില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്യാം മക്കളെ. അല്ലെ എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് ചിന്തിക്കണം, വീഡിയോ ഒന്ന് പോസ് ചെയ്യാം, നിങ്ങൾ ചിന്തിക്കുക, എഴുതി നോക്കുക, അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, പ്ലേ ചെയ്താൽ മതി. അപ്പോൾ ഒരു പോസ് ആൻഡ് പ്ലേ രീതിയിൽ വേണം നിങ്ങൾ ആ ലൈവ് കാണാൻ, അല്ലാണ്ട് ലൈവായിട്ട് ഇങ്ങനെ കാണേണ്ട ആവശ്യമൊന്നുമില്ല. പോസ് ആൻഡ് പ്ലേ രീതി ചെയ്യാം. എന്നിട്ട് ആ ലൈവ് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് വേണം 2x ഇട്ട് കാണാം. സംഭവം മനസ്സിലായില്ലേ? അതിൻ്റെ ഇടയിൽ കൂടെ ഡിന്നർ പാസ്സാക്കിയാൽ നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഇടയിൽ എന്താണ് വലിയ എഴുതാനുള്ളൊരു എഴുതാനില്ലാത്തൊരു ഭാഗമൊക്കെ വരുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ പരിപാടി തീർക്കുക. എന്തിനാ അത് കഴിഞ്ഞിട്ടൊക്കെ ചെയ്യാൻ നിൽക്കുന്നത്? ഓക്കെ, അത് നിർത്തിയിട്ടും ചെയ്യാൻ നിൽക്കണ്ട. പരീക്ഷാ ദിവസങ്ങളിൽ നമ്മൾ ആ ഒരു സീരിയസ്നെസ്സിൽ കുറച്ച് എന്താണ് ഇൻറ്റൻസീവായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും, അങ്ങനെ ബിഹേവ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് അങ്ങോട്ട് ചെയ്തേക്കുക. ഡിന്നർ അതിൻ്റെ ഇടയിൽ കൂടെ പാസ്സാക്കുക. 11 മണി മുതൽ 11 മണിയാകുമ്പോൾ നമ്മുടെ ലൈവ് കഴിയും. 11:30 വരെ എന്താണ് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് വൈൻഡ് അപ്പ് ഒക്കെ ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്യാണ്ടെങ്കിൽ ചെയ്യുക, റിലാക്സ് ഒക്കെ ചെയ്യുക, ഉറങ്ങാൻ വേണ്ടി റെഡി ആവുക. 11:30 ആകുമ്പോൾ കിടന്ന് ഉറങ്ങാൻ സെറ്റാക്കണം. കാരണം നിങ്ങൾക്ക് മിനിമം 7 മണിക്കൂർ സ്ലീപ്പ് വേണം. നിങ്ങൾ വിചാരിക്കണം സാർ ഞാൻ 2 മണി വരെ പഠിക്കും, എന്നിട്ട് ഞാൻ പരീക്ഷ പോയി എഴുതും. അത് മണ്ടത്തരായിരിക്കും. കാരണം നിങ്ങൾക്ക് ആ 7 മണിക്കൂർ സ്ലീപ്പൊന്നും ഇല്ലാണ്ട് നിങ്ങൾ ഈ പഠിച്ച കാര്യങ്ങളൊന്നും ഓർത്ത് വെക്കാൻ പറ്റില്ല. അത്രയേ ഉള്ളൂ, സയൻസാണ് അത്, കഴിഞ്ഞു. നിങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് പഠിച്ചാണൊക്കെ തലയിൽ ഓർത്ത് വെക്കണേ. ഇതൊക്കെ എപ്പോഴാണ് ഈ മെമ്മറിയൊക്കെ സ്ട്രോങ് ആവുക? ഈ നിങ്ങൾ അന്ന് ഉണ്ടാക്കിയ കുറേ ന്യൂറൽ പാത്വേസ് ഉണ്ടാവും. ഓക്കെ, കെമിസ്ട്രി നിങ്ങൾ പഠിച്ച കുറേ ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്താണ് ഇങ്ങനെ ഫയർ ചെയ്തിട്ടാണ് നമ്മുടെ ബ്രെയിനിൽ കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നത്. അതൊക്കെ സ്ട്രോങ് ആവുക നിങ്ങൾ പഠിക്കുമ്പോഴല്ല, നിങ്ങൾ ഉറങ്ങുമ്പോഴാണ് വളരെയധികം സ്ട്രോങ് ആവുക. ഓക്കെ, ഇതൊക്കെ സയൻറ്റിഫിക്കലി പ്രൂവൺ ഫാക്ട്സ് ആണ്, ഞാൻ വെറുതെ ഉണ്ടാക്കി പറയുന്നില്ല. സോ ആ ഉറങ്ങിയില്ലെങ്കിൽ അതൊന്നും സ്ട്രോങ് ആവില്ല. അടുത്ത ദിവസം പരീക്ഷയിൽ നിങ്ങൾ ഓർക്കാൻ ശ്രമിക്കുമ്പോൾ എന്താണ് ഒന്നും കിട്ടാൻ പോകുന്നില്ല. സോ 7 മണിക്കൂറെങ്കിലും മിനിമം ഉറങ്ങുക. 6:30 രാവിലെ എണീക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, 6:30 എണീറ്റ് കഴിഞ്ഞാൽ കൃത്യം 7 മണിക്ക് നമ്മുടെ ലൈവ് കൊണ്ട് തുടങ്ങുന്നതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു അരമണിക്കൂർ കൊണ്ട് എല്ലാം റെഡിയാക്കണം. വേണേൽ വീണ്ടും എന്താണ് ഒരു സെറ്റപ്പ് പുഷപ്പ് എടുത്ത ഫുൾ ബോഡിയൊക്കെ സെറ്റാവും. ഒരു കുളിയും കൂടെ പാസ്സാക്കിയാൽ അടിപൊളി. 7 മണി to 9 മണി വരയ്ക്കും നമ്മുടെ ബൂസ്റ്റർ ലൈവ് ഉണ്ടാകും. വീണ്ടും അതും പോസ് ആൻഡ് പ്ലേ ചെയ്യണം. ഓക്കെ, കാരണം കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച കാര്യങ്ങൾ വീണ്ടും റിവൈസ് ചെയ്യായിരിക്കും, അല്ലെങ്കിൽ കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യായിരിക്കും ചെയ്യുക. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ആ വീണ്ടും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കരുത്. ഒരു കാര്യം കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച കാര്യമാണ് വീണ്ടും ആ കാണുമ്പോൾ തന്നെ നിങ്ങൾ എന്താണെന്ന് വീഡിയോ പോസ്റ്റ് ആലോചിക്കുക, നിങ്ങൾക്ക് എന്തൊക്കെ ഓർമ്മയുണ്ട് അതിനെ പറ്റിയിട്ട്. അല്ലെങ്കിൽ ചോദ്യം കാണുകയാണെങ്കിൽ നിങ്ങൾ ആ ചോദ്യം സ്വന്തം ട്രൈ ചെയ്ത് നോക്കുക. അപ്പം എന്നിട്ട് കിട്ടുന്നില്ല നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ എന്നിട്ട് എന്ത് ചെയ്യുക, പ്ലേ ചെയ്യുക. മനസ്സിലായി? കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ നോക്കുമ്പോൾ കറക്റ്റാണോ നോക്കുക, കറക്റ്റാണെങ്കിൽ ഫാസ്റ്റ് അടിച്ച് വിടുക, ഫുള്ള് കാണേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ലൈവ് കാണാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആണല്ലോ മക്കളെ? 9 to 12 മണി നിങ്ങളുടെ സമയം, അതായത് നിങ്ങൾക്ക് സ്കൂളിൽ പോകുന്നതിന് മുൻപ് ഓരോ ആൾക്കാർക്ക് ഓരോ സമയമായിരിക്കും ഉണ്ടാവുക. ഞാൻ ജസ്റ്റ് ഒരു ആവറേജ് സമയം എടുത്താണ്. ആ സമയത്തിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, വെറുതെ ഇരിക്കരുത്. പരീക്ഷയുടെ മുൻപ് വരെ പഠിച്ചുകൊണ്ടിരിക്കണം. പലരും പറയും പരീക്ഷയുടെ മുൻപ് വരെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കരുത്. അങ്ങനെയൊന്നുമില്ല, പരീക്ഷ മുൻപ് വരെ പഠിക്കാം. പക്ഷേ പരീക്ഷ ഹാളിൽ കയറുമ്പോഴും എന്താണ് ബുക്കും പിടിച്ചുകൊണ്ട് പോയാൽ നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കുകയുള്ളൂ. വീട്ടിലിരിക്കുമ്പോൾ എന്താണ് പഠിക്കുന്നതിൽ ഒരു തെറ്റും ഇല്ല. നിങ്ങൾക്ക് മാക്സിമം എന്താണ് കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കാൻ വേണ്ടി നല്ലതായിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ ഭയങ്കര ടോപ്പറൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഓൾറെഡി എല്ലാം പഠിച്ച് സെറ്റായിട്ടൊക്കെയാണ് മൂന്നാമത്തെ 4ാമത്തെ റിവിഷൻ കഴിഞ്ഞാൽ അത് വേറെ കാര്യമാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ സമയം കൂടി യൂസ്ഫുൾ ആക്കുക. അതെങ്ങനെ യൂസ്ഫുൾ ആക്കുക, കഴിഞ്ഞ ദിവസത്തെ റിവിഷൻ നോട്ട്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അത് നിങ്ങൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അല്ലെങ്കിൽ രാവിലെ നിന്ന് കിട്ടുമ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യും. അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യാം. ഇനി റിവൈസ് ചെയ്യുമ്പോൾ പലരും ഉണ്ടാക്കുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോട്ട് നോക്കും, ഇതെനിക്കറിയാം അടുത്ത പേജ് ഇതെനിക്കറിയാം അടുത്ത പേജ് ഇതെനിക്കറിയാം, ഇതൊക്കെ സിമ്പിൾ അടുത്ത ക്വസ്റ്റൻ നോക്കാം, ക്വസ്റ്റൻ സ്റ്റെപ്പൊക്കെ എനിക്കറിയാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. നിങ്ങൾക്ക് തോന്നുമെങ്കിൽ എല്ലാം ഓർമ്മ ഉണ്ടാവും. പക്ഷേ നിങ്ങളുടെ പരീക്ഷയുടെ ചോദ്യം വരുമ്പോൾ അല്ലെങ്കിൽ ടോപ്പിക് വരുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. നേരെ മറിച്ച് ആക്റ്റീവ് റിവിഷൻ ചെയ്യുക. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം പാസീവ് റിവിഷനാണ്. നിങ്ങളിങ്ങനെ എന്താ ബ്രെയിനിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക, കണ്ണിന് കാണിച്ചു കൊടുക്കുക. അപ്പോൾ ബ്രെയിൻ പറയാം എനിക്കറിയാം, പക്ഷേ ആക്ച്വലി നിങ്ങൾക്ക് അറിയുണ്ടാവില്ല. അത് മനസ്സിലാക്കണം. നിങ്ങൾ എന്ത് ചെയ്യണം, ആ ടോപ്പിക് കാണുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുക, പൊത്തിപ്പിടിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഓർമ്മയുള്ള കാര്യങ്ങൾ, ഡെറിവേഷൻ അല്ലെങ്കിൽ ഇക്വേഷൻ അല്ലെങ്കിൽ കോൺസെപ്റ്റ് ആണ് കോൺസെപ്റ്റ്, അല്ലെങ്കിൽ ഡെഫിനിഷൻ അല്ലെങ്കിൽ ക്വസ്റ്റിൻ്റെ ആൻസർ, അതൊന്ന് എഴുതി നോക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പം നിങ്ങൾ നോക്കുക, പഠിക്കുക, മുന്നോട്ട് പോവുക.
അങ്ങനെ ഒരു ആക്റ്റീവ് റിവിഷനാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഞാൻ പറഞ്ഞ പോലെ മിനിമം 10% മാർക്കായിരിക്കും കൂടുക. അതായത് നിങ്ങൾ ഇതൊന്നും ചെയ്യാണ്ട് സാധാരണ പോലെ നിങ്ങൾ പഠിച്ച് ചിലപ്പോൾ ഒരു 80% മാർക്കാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതെങ്കിൽ അത് മിനിമം 90% ആയി മാറിയിരിക്കും എന്നാണ് എൻ്റെ പ്രോമിസ്. കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ മക്കളെ, അപ്പോൾ പഠിക്കാൻ റെഡി ആയിക്കോളൂ. കാരണം പഠിപ്പിക്കാൻ എക്സാമിന് റെഡിയാണ്. പഠിപ്പിക്കാൻ മാത്രമല്ല, നിങ്ങളെ ക്രിസ്മസ് എക്സാമിൽ ഓരോ പരീക്ഷയിലും മുഴുവൻ മാർക്ക് നേടിത്തരാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാനും നിങ്ങളുടെ കൂടെ നിന്ന് ചെയ്യാനും ഞങ്ങൾ റെഡിയാണ് മക്കളെ. ആകെ ചെയ്യേണ്ടതാണ് ചാനൽ ഫോളോ ചെയ്യുക, ഓരോ ലൈവും കൃത്യമായിട്ട് വന്ന് കാണുക എന്ന് മാത്രമേ നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഓൾ ദി ബെസ്റ്റ്.